പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മളെപ്പോഴും കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തോട് നന്ദിയും ഉണ്ടായിരിക്കണം. 10 കുഷ്ഠരോഗികളെ സുഖപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരിൽ ഒരുവൻ മാത്രമാണ് തിരിച്ചു വന്ന കർത്താവിന് നന്ദി പറഞ്ഞത്. വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞ് ജീവിക്കുമ്പോൾ കിട്ടിയ കൃപകൾ ധാരാളമായിട്ട് വർദ്ധിക്കുകയും നമ്മുടെ ജീവിതത്തിലെ എല്ലാ തിന്മയുടെ സാഹചര്യങ്ങളും ഇല്ലാതായി പോവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്ദി നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടാകണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തോട് നന്ദി പറഞ്ഞ് ജീവിക്കാനും നമ്മുടെ ജീവിതത്തിൽ ദൈവം വർഷിച്ച നിരവധിയായ അനുഗ്രഹങ്ങളുണ്ട്. ആ വർഷിച്ച അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട് ജീവിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തോട് കർത്താവ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഇതാണ്: നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഇസ്രായേലിൻ്റെ ചരിത്രം പഠിപ്പിക്കണം. ചെങ്കടൽ കടന്നതിനെക്കുറിച്ച്, ഈജിപ്തിൽ നിന്നുള്ള മോചനത്തെക്കുറിച്ച്, മന്ന വർഷിച്ച് മരുഭൂമിയിൽ കൊടുത്തതിനെക്കുറിച്ച് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മക്കളുടെ മക്കളും തലമുറ തോറും കൈമാറി വരുന്ന ഒരു ദൈവമഹത്വം. അപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന തലമുറയായിട്ട് എല്ലാ മനുഷ്യരും ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു സമൂഹം. നമുക്കറിയാം, ഇത്രയും നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം എത്രയോ നൂറ്റാണ്ടുകൾ ഈ 20 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും സഭ ഇന്നും കർത്താവിൻ്റെ ഉത്ഥാന രഹസ്യത്തിൽ സന്തോഷിക്കുന്നുണ്ട്. നമ്മുടെ ഞായറാഴ്ച ആചരണം കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർമ്മയാചരണമാണ്. അപ്പോൾ ഇത് ചെയ്യാത്ത, ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാത്ത ഒരു ജനത്തെക്കുറിച്ച് ദൈവത്തിന് പരാതിയുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 41-ാമത്തെ തിരുവചനം പറയുന്നു: മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല, എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നിട്ടും നിങ്ങളെന്നെ സ്വീകരിക്കുന്നില്ല. കർത്താവിൻ്റെ ഒരു വിഷമം കർത്താവ് തുറന്നു പറയും. ഇസ്രായേൽ ജനത്തോട് വചനം പറയാൻ വന്നിട്ടും, ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാൻ വന്നിട്ടും, തൻ്റെ ജീവൻ അവർക്ക് വേണ്ടി നൽകാൻ വന്നിട്ടും, തൻ്റെ ശരീരവും രക്തവും അവർക്കായി വിഭജിച്ച് നൽകുവാനായിട്ട് ഈശോ ഒരുങ്ങി വന്നതാണ്. ഈശോ അതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഈ ഇസ്രായേൽ ജനം കാണിക്കുന്ന ഒരു നന്ദികേടിനെക്കുറിച്ചാണ് യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 41-ാം തിരുവചനം പറയുന്നത്: മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല, എനിക്ക് നിങ്ങളെ അറിയാം. എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ വന്നിരിക്കുന്നു, എന്നിട്ടും നിങ്ങളെന്നെ സ്വീകരിക്കുന്നില്ല. എന്നെയും മാനിക്കുന്നില്ല, എൻ്റെ പിതാവിനെയും മാനിക്കാത്ത ഒരു സ്വഭാവം. ഈ ഒരു സ്വഭാവം ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിത ചരിത്രത്തിൽ ഒരുപാട് പ്രാവശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇത് ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിൽ അവരുടെ ജീവിതത്തിൽ വന്ന അവരുടെ വീഴ്ചയാണ്. പക്ഷേ ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. ഞാനും ദൈവസ്നേഹമില്ലാതെ ജീവിക്കുന്നവനാണോ എന്ന് ഈ വചനം വായിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർത്തു നോക്കണം. ഈശോ എന്നെക്കുറിച്ചും ഇങ്ങനെ പറയുമോ? മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല, എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. ഈശോ എന്നെക്കുറിച്ച് ഇത് പറയാനിടയായാൽ ഞാൻ തീർച്ചയായും ഒത്തിരി ദുഃഖിക്കണം. കാരണം ഈശോ എനിക്ക് ദൈവസ്നേഹമില്ല എന്ന് കർത്താവ് പറയുകയാണെങ്കിൽ ഞാൻ എത്രയും വേഗം, പിന്നെ ഒരു സെക്കൻഡ് പോലും മുന്നോട്ട് എൻ്റെ ജീവിതം ആയിരിക്കുന്നത് പോലെ പോകാൻ പാടില്ല. തിരുത്തിയതിന് ശേഷമേ എൻ്റെ ജീവിതം മുന്നോട്ട് പോകാൻ പാടുള്ളൂ. കർത്താവ് നിത്യജീവനെക്കുറിച്ച് പഠിപ്പിച്ചു. പിതാവിനെക്കുറിച്ച് അവിടുന്ന് വ്യക്തമായിട്ട് പറഞ്ഞു പഠിപ്പിച്ചു. മരണത്തെക്കുറിച്ചും ജീവനെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും എല്ലാം ഈശോ പഠിപ്പിച്ചു. ഈശോ ഒരു സാധാരണ വ്യക്തിയെ പോലെയല്ല പഠിപ്പിച്ചത്. വചനം പറയുന്നുണ്ട്, അവൻ അധികാരമുള്ളവനെ പോലെയാണ് പഠിപ്പിച്ചത്. അവൻ്റെ ആ പഠിപ്പിക്കൽ കേൾക്കുമ്പോൾ, അവൻ്റെ മുമ്പിലിരുന്ന് അവൻ പറയുന്നത് കേൾക്കുമ്പോൾ അറിയാം, ആധികാരികമായ പഠിപ്പിക്കലാണ് അവൻ്റേത്. കാരണം അത് പഠിപ്പിക്കാൻ അധികാരമുള്ളവൻ അവനാണ്. അപ്പോൾ ഒരു സാധാരണ മനുഷ്യരെ പോലെ, അവരുടെ റബ്ബിമാരെ പോലെയല്ല ഈശോ പഠിപ്പിച്ച്. ഇത്രയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും അവരെക്കുറിച്ച് ഈശോ പറയുന്നു, നിങ്ങൾക്ക് ദൈവസ്നേഹമില്ല.
ഈശോ പഠിപ്പിച്ചതും അടയാളങ്ങൾ കൊണ്ട് വചനത്തെ സ്ഥിരീകരിച്ചതുമെല്ലാം ദൈവപുത്രനാണെന്ന് അവർക്ക് ബോധ്യം വരാൻ വേണ്ടിയായിരുന്നു. പക്ഷേ അവരുടെ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞതുകൊണ്ട് അവർക്കൊരിക്കലും അതിന് സാധിച്ചില്ല. അവരുടെ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞുപോയി. അവരുടെ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ ദൈവത്തിൻ്റെ ഒരു വചനം കേൾക്കാനും ഈശോയെക്കുറിച്ചുള്ളൊരു സ്നേഹം ഒരല്പമെങ്കിലും അവരുടെ ഹൃദയത്തിലും ബുദ്ധിയിലും പ്രവേശിക്കാൻ സാധിച്ചില്ല. കാരണം അവിടെ നിറച്ച് അന്ധകാരമാണ്. ക്രിസ്തു അനുകൂലമല്ല, ക്രിസ്തുവിന് എതിരാണ് അവരുടെ ബുദ്ധി മുഴുവനും. കർത്താവിൻ്റെ മഹത്വത്തോടുകൂടി സ്വീകരിക്കുവാൻ അവർ തയ്യാറായുമില്ല. ദൈവം എൻ്റെ അടുത്തേക്ക് വരുന്നു, ദൈവപുത്രൻ എൻ്റെ അടുത്തേക്ക് വരുന്നു, എത്രയോ സ്നേഹത്തോടെ ഞാൻ സ്വീകരിക്കണം. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും നമുക്കും ഉണ്ടാകേണ്ട ഒരു മനോഭാവമാണ്, എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളിലേക്ക് വരുന്നു. അപ്പോൾ ഈ മഹത്വത്തിൻ്റെ രാജാവിനെ, ഈ കർത്താവിൻ്റെ മഹത്വത്തോടുകൂടി സ്വീകരിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഈശോ എന്നോടും പറയും, ഇവർക്ക് ദൈവസ്നേഹമില്ല, നിനക്ക് ദൈവസ്നേഹമില്ല എന്ന് പറയും. അപ്പം കർത്താവിനെ സ്വീകരിക്കാൻ വിട്ടുകളയേണ്ട ചില കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. അത് ഒഴിവാക്കാൻ എനിക്ക് കഴിയാത്തതാണ് എനിക്ക് കർത്താവിനോടുള്ള സ്നേഹമകലാൻ കാരണം. ഉദാഹരണത്തിന്, അന്യായമായി ലാഭം കൊയ്യുന്ന ഒരു മനുഷ്യൻ, ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു മനുഷ്യൻ, തനിക്ക് അർഹതപ്പെടാത്തത് മോഷ്ടിച്ചും അല്ലെങ്കിൽ പിടിച്ചുപറിച്ചും സമ്പത്തുണ്ടാക്കുന്ന ഒരു മനുഷ്യൻ, അവൻ ഒരിക്കലും ദൈവസ്നേഹം അവനിലുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണ്? അവൻ ഒരിക്കലും കർത്താവിൻ്റെ അടുത്ത് വരില്ല. കാരണം അവൻ്റെ വഴികൾ തെറ്റാണെന്ന് അവൻ്റെ മനസാക്ഷി എപ്പോഴും അവനോട് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. അത് അവൻ താൻ ചെയ്യുന്ന ആ ദുഷ്പ്രവൃത്തി ഉപേക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ട് അവൻ ഒരിക്കലും കർത്താവിൻ്റെ അടുത്ത് വരില്ല. അവൻ ദൈവത്തെ സ്നേഹിക്കുകയും ഇല്ല. ഇതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവസ്നേഹമില്ലാതാകാനുള്ള കാരണം. നമ്മളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൊച്ചു കൊച്ചു പാപത്തിൻ്റെയും സുഖങ്ങളുടെയും ഒക്കെ കൂടാരങ്ങളുണ്ട്. ഈ കൂടാരങ്ങൾ വിട്ടുപേക്ഷിക്കാൻ നമുക്ക് കഴിയാത്തത് കൊണ്ട് ഞാൻ ദൈവസ്നേഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നുമില്ല, ക്രിസ്തുവിനെ സ്നേഹിക്കാനും പോകുന്നില്ല, ക്രിസ്തുവിനെ കേൾക്കാനും പോകുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ആത്മീയ കാര്യങ്ങളെക്കുറിച്ചും സഭയെക്കുറിച്ചും സഭയുടെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ കേൾക്കുമ്പോൾ എനിക്കതിനെക്കുറിച്ചൊരു പുച്ഛമായിരിക്കും. എനിക്കതിനോടൊരു ഇഷ്ടമില്ല, എനിക്ക് അതിനോടൊരു താല്പര്യവും വരില്ല. അപ്പോൾ റോമാക്കാർക്കുള്ള ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 21-ാമത്തെ തിരുവചനത്തിൽ ഈ രോഗാവസ്ഥയെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. അവർ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. വലിയൊരു തെറ്റാണിത്. ദൈവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്യാതെ ജീവിക്കുന്നത്. കാരണം എന്താണ്? എന്നിലെ പാപകരമായ വഴികൾ ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ക്രിസ്തു ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ വളർത്തുന്നുണ്ട്, ചെറുതായിട്ട്. ചിലപ്പോൾ ഞാൻ വലുതായിട്ട് വളർത്തുന്നുണ്ട്. അപ്പോൾ ക്രിസ്തു ആഗ്രഹിക്കുന്ന പിതാവ് നടാത്തതെല്ലാം ഞാൻ എന്നിൽ നിന്ന് പറിച്ചു കളയണം. അപ്പം ഞാനങ്ങനെ പറിച്ചു കളയുന്നില്ലെങ്കിൽ ക്രിസ്തു എൻ്റെ അടുത്ത് വരുമ്പോൾ ആദ്യമേ പറയും, അതൊക്കെ നീ ഉപേക്ഷിക്കാൻ പറയും. അത് ഉപേക്ഷിക്കാൻ എനിക്കിഷ്ടമില്ല. ഞാൻ തീർത്ത് വെച്ച കൂടാരങ്ങളാണ്, അതൊന്നും പറിച്ചു കളയാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. അപ്പോൾ ക്രിസ്തുവിൻ്റെ മുഖത്ത് നോക്കി പറയും, നിനക്ക് ദൈവസ്നേഹമില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ദൈവത്തെ ഒരിക്കലും മഹത്വപ്പെടുത്തി ജീവിക്കാനും സാധിക്കുകയില്ല. അപ്പോൾ ഈശോ നമ്മോട് പറയും, എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. നമുക്ക് സ്നേഹമുള്ള വ്യക്തികളുണ്ട്, ഒരുപാട് പേരോട് നമുക്ക് സ്നേഹമുണ്ട്. ആത്മാർത്ഥ സ്നേഹമുള്ള ഒരാളെയും നമ്മൾ ഒരിക്കലും വിഷമിപ്പിക്കില്ല, ഉപദ്രവിക്കുകയുമില്ല. ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ വ്യക്തികൾക്ക് ദോഷം വരുന്ന ഒന്നും ഞാൻ ഒരിക്കലും ചെയ്യില്ല. എൻ്റെ കുടുംബത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിന് ഹാനികരമാകുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. എൻ്റെ കുടുംബത്തിന് നഷ്ടം വരുന്ന ഒരു കാര്യം ഞാൻ ചെയ്യില്ല. എൻ്റെ കുടുംബത്തിന് നഷ്ടം വരുന്നൊരു കച്ചവടം ഞാൻ ചെയ്യില്ല. എൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും തരത്തിൽ കോട്ടം വരുന്ന ഒരു കാര്യവും ഞാൻ എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യില്ല. അതുപോലെ തന്നെ ഞാൻ ജീവിക്കുന്ന എൻ്റെ ഇടവക സമൂഹത്തിന് ദോഷം വരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. എന്നിൽ നിന്ന് ഒരു ദുർമാതൃക എൻ്റെ ഇടവക സമൂഹത്തിൽപ്പെട്ട ഒരാൾക്കും ഉണ്ടാകാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഞാൻ
നല്ല സാക്ഷ്യത്തിൻ്റെ ഒരു ജീവിതം നയിക്കും. ഞാൻ മറ്റുള്ള ഒരു വ്യക്തിക്ക്, എൻ്റെ ഇടവക സമൂഹത്തിൽപ്പെട്ട ഒരാൾക്ക് ഞാൻ ദുർമാതൃക നൽകുകയില്ല. അപ്പം ഞാൻ എൻ്റെ ഇടവകയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ സമൂഹത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ അയൽവാസികളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ അയൽവാസിയുടെ ഒരു സാധനവും ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല. അവൻ്റെ വീടിനൊരു കോട്ടം വരാൻ, അവൻ്റെ സ്വൈര്യ ജീവിതത്തിന് എന്തെങ്കിലും തടസ്സം വരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഇതുപോലെ സഭയെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ സഭയ്ക്കൊരു കോട്ടവും വരാൻ, ക്രിസ്തുവിൻ്റെ സഭ മഹത്വത്തിൽ നിന്നും വീണ്ടും മഹത്വത്തിലേക്ക് പോകാനേ ഞാൻ ആഗ്രഹിക്കുകയുള്ളൂ. അപ്പം ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനെതിരായിട്ടുള്ള ഒരു കാര്യവും ഞാൻ ഒരിക്കലും ചെയ്യില്ല. അവിടുത്തെ വചനങ്ങളിൽ ഒന്നുപോലും ഞാൻ ധിക്കരിക്കുകയില്ല. കാരണം അരുത് എന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ ചെയ്യുമ്പോൾ ക്രിസ്തുവിന് വേദനിക്കും. അപ്പം നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ള, എന്നിൽ ദൈവസ്നേഹമുണ്ടോ എന്നതിൻ്റെ തെളിവാണിത്. കർത്താവിനെ സ്നേഹിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെലവാക്കുന്നു? കർത്താവിനെ സ്നേഹിക്കാൻ വേണ്ടി എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിന് ഇഷ്ടമില്ലാത്ത എന്തൊക്കെ നിലനിൽക്കുന്നുവോ അതെല്ലാം ഞാൻ പറിച്ചു കളഞ്ഞ് ഞാൻ എൻ്റെ ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിൽ പ്രതിഷ്ഠിക്കും. ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു. ആ പിതാവിൻ്റെ നാമത്തിൽ വന്നിട്ട് പോലും നിങ്ങളെന്നെ സ്വീകരിക്കുന്നില്ല. വളരെ ക്രൂരമായ ഒരു തിന്മയാണ്. ഇസ്രായേലിനെ ദൈവം രക്ഷിച്ച കഥകൾ ഇസ്രായേൽ എന്നും ഓർക്കണമെന്ന്, നന്ദി പറഞ്ഞ് ജീവിക്കണമെന്നും കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കഥകളും എടുത്ത്, ദൈവം എന്നെ അനുഗ്രഹിച്ച മുഴുവൻ കഥകളും ഞാൻ എന്നും ഓർത്തുകൊണ്ട്, എൻ്റെ ദൈവമേ, നീ ഇതെല്ലാം എനിക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചതാണല്ലോ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ജീവിക്കണം. നെഹമ്യായുടെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായം 21-ാമത്തെ തിരുവചനത്തിൽ നെഹമ്യ ഇങ്ങനെ പറയുന്നുണ്ട്. അത് ഇസ്രായേൽ ജനത്തെ ദൈവം സംരക്ഷിച്ചതിനെ പറ്റിയാണ്. മരുഭൂമി യാത്രയിലും ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ കർത്താവ് എത്രത്തോളം സ്നേഹമൊഴുക്കി എന്ന് വെളിപ്പെടുത്തുന്ന ഒരു മനോഹര വചനമാണ് നെഹമ്യ 9-ാമത്തെ അധ്യായം 21-ാമത്തെ തിരുവചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. അവിടുന്ന് അവരെ മരുഭൂമിയിൽ സംരക്ഷിച്ചു. നമുക്കറിയാം, മരുഭൂമി എന്ന് പറയുന്ന സ്ഥലം ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണം ലഭിക്കുന്നില്ലെങ്കിൽ ആ മരുഭൂമിയിൽ ചെല്ലുന്ന ആരും ചത്തുപോകും. മരുഭൂമിയിൽ ജീവിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ഒരു തണലില്ല, ഒരു തുള്ളി വെള്ളമില്ല, ഒരു ഭക്ഷണമില്ല, ഒന്നുമില്ല. അവിടെ ദൈവത്തിൻ്റെ പരിപൂർണ സംരക്ഷണം മാത്രമാണ്. അപ്പം ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിയ ആ വലിയ സംരക്ഷണത്തെയാണ് നെഹമ്യ പ്രവാചകൻ പറയുന്നത്. അവിടുന്ന് അവരെ മരുഭൂമിയിൽ സംരക്ഷിച്ചു. അവർക്കൊന്നിനും കുറവില്ലായിരുന്നു. അവരുടെ വസ്ത്രം ജീർണിച്ചില്ല, അവരുടെ പാദം വീങ്ങിയില്ല. 40 വർഷം മരുഭൂമിയിൽ അലഞ്ഞ ദൈവജനത്തിൻ്റെ വസ്ത്രം ജീർണിച്ചു പോകാതെ സൂക്ഷിച്ച ഒരു ദൈവം. നമുക്കറിയാം, നമ്മളൊക്കെ പുതിയതായിട്ട് ഒരു വസ്ത്രം വാങ്ങിയാൽ നമ്മൾ എത്ര കാലം ഉപയോഗിക്കും? ചുരുങ്ങിയ വരുമാനമുള്ള മനുഷ്യനാണെങ്കിൽ ഒരുപക്ഷെ ഒരു ഷർട്ട് വാങ്ങിയാൽ അവനത് 2-3 വർഷമൊക്കെ ഉപയോഗിക്കുമായിരിക്കും. ഏറിപ്പോയാൽ 4 വർഷം. അതിനുശേഷം നമുക്കൊരിക്കലും അത് ഉപയോഗിക്കാനായിട്ട് കൊള്ളത്തില്ല. കാരണം അതിൻ്റെ കളറ് മങ്ങും, അത് ചീത്തയാകും, എൻ്റെ വസ്ത്രം തീരെ മോശം. അപ്പം നമ്മൾ തീരുമാനിക്കും, ഈ ഷർട്ട്, ഈ പാൻറ്റ് അല്ലെങ്കിൽ ഈ ലോവ വൃത്തികേടായി, ഞാൻ പുതിയ ഒരെണ്ണം വാങ്ങുന്നു എന്ന് ഞാൻ തീരുമാനിക്കും. കാരണം എന്താണ്? ഇത് ചീത്തയായി. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ഒന്നിനും കുറവില്ലായിരുന്ന അവരുടെ വസ്ത്രം ജീർണിച്ചില്ല 40 വർഷം. ഈ വസ്ത്രം, അതിൻ്റെ കളറ് മങ്ങിയില്ല, ഒന്നും സംഭവിച്ചില്ല. പക്ഷെ 40 വർഷമാണ് എന്ന് നമ്മൾ ഓർക്കണം. അവരുടെ വസ്ത്രം ജീർണിച്ചില്ല. എത്രയോ സ്ഥലത്ത് അവർ ഇരുന്നിട്ടുണ്ട്, കിടന്നിട്ടുണ്ട്. എത്രയോ തവണ അവരുടെ വസ്ത്രം ജീർണിക്കാൻ അവസരമുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിലെ അനുഭവം വെച്ചിട്ടാണ്, നമ്മളിപ്പോൾ വസ്ത്രം ഉപയോഗിക്കുന്ന രീതി വെച്ചിട്ടാണെങ്കിൽ ഏതാണ്ടൊരു 10-15 പ്രാവശ്യം വസ്ത്രം മാറേണ്ട സമയം കഴിഞ്ഞിരുന്നു. പക്ഷേ അവരുടെ നെഹമ്യ പ്രവാചകൻ പറയാണ്, അവരുടെ വസ്ത്രം ജീർണിച്ചില്ല. നടന്ന് നടന്ന് അവരുടെ പാദം വീങ്ങിയില്ല. നടന്ന് അവരുടെ പാദം വീങ്ങിയില്ല. എത്ര നടന്നിട്ടും അവർക്ക് ഒരു കുഴപ്പവും സംഭവിച്ചില്ല. അവരുടെ വസ്ത്രത്തിനും കേടുപറ്റിയില്ല, അവരുടെ പാദങ്ങൾക്കും കേടുപറ്റിയില്ല, അവരുടെ കുടുംബത്തിന് കേടുപറ്റിയില്ല,
അവരുടെ ജീവിതത്തിലെ ഒരു കാര്യത്തിനും ഒരു തടസ്സവും ഉണ്ടായില്ല. അവർ മരുഭൂമി യാത്രയിൽ തീർത്ഥാടക സംഘത്തെ പോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, കൂടാരം കെട്ടി. പക്ഷേ ദൈവം അവരെ സംരക്ഷിച്ചു. ദൈവം അനുവദിച്ച് നൽകിയ ഒരു സുരക്ഷിതത്വമാണിത്. നെഹെമ്യാ പ്രവാചകൻ ഇത് ഓർത്തിരിക്കുകയാണ്. എന്നിട്ടാണ് നെഹെമ്യാ പ്രവാചകൻ ജനമോർക്കാൻ വേണ്ടി, ജനം നന്ദി പറയാൻ വേണ്ടി എഴുതി വച്ചിരിക്കുന്നു, അവരുടെ വസ്ത്രം ഇത്രയും കാലം ജീർണിച്ചില്ല, അവരുടെ പാദം വീങ്ങിയില്ല. ഇതാര് നൽകിയതാ? സ്വർഗത്തിൽ നിന്ന് നൽകിയ ഒരു സുരക്ഷിതത്വമായിരുന്നു, ഒരു സംരക്ഷണമായിരുന്നു. അതുമൂലമാണ് വസ്ത്രം ജീർണിച്ചു പോവാതിരുന്നത്, പാദം വീങ്ങാതിരുന്നത്. ഇത് ദൈവം നൽകുന്നതാണ്. ഇതന്ന് ഇസ്രായേൽ ജനത്തിന് മാത്രമല്ല, ഇത് ദൈവം നമുക്കും ആവശ്യമുണ്ടെങ്കിൽ നൽകുന്ന ഒരു സുരക്ഷിതം. സ്വർഗം ഇന്നും എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഇതുപോലെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സുരക്ഷിത നഗരങ്ങളും ഫലപുഷ്ടമായ പ്രദേശങ്ങളും അവർ പിടിച്ചടക്കി. ഇതെല്ലാം ദൈവം അവർക്ക് നൽകിയ വളരെ മനോഹരമായ ഒരു ജീവിതം കർത്താവ് അവർക്ക് നൽകി. ഇതാണ് ദൈവത്തിൻ്റെ സംരക്ഷണം. ദൈവത്തിൻ്റെ സംരക്ഷണവും സുരക്ഷിതത്വവും ഇത്രത്തോളം ഈ ജീവിതത്തിൽ നിറഞ്ഞു നിന്നിട്ടും ഈ അനുഭവങ്ങളിലൂടെ എല്ലാം കടന്നു പോകുന്ന ഒരു ജനത്തിൻ്റെ അനുഭവം എഴുതി വച്ച വിശുദ്ധ ഗ്രന്ഥമുണ്ട്. അവരുടെ പിന്നാലെയാണ് കർത്താവ്. ആ അടുത്ത തലമുറകൾ കടന്നുപോയി, കർത്താവ് വന്നു. എന്നിട്ട് കർത്താവിനെ സ്നേഹിക്കുവാൻ, ഇതെല്ലാം നൽകിയ ഈ ദൈവത്തെ സ്നേഹിക്കുവാൻ ഈ ജനത്തിന് കഴിയുന്നില്ല. കർത്താവാണ് അവരെക്കുറിച്ച് പറയുന്നത്, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. ഇതെല്ലാം അനുഭവിച്ച നിങ്ങളുടെ പൂർവികരും ആ തലമുറകൾ മുഴുവനും നിങ്ങൾക്ക് ദൈവസ്നേഹമില്ല, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനത്തിൻ്റെ മാത്രം ജീവിതത്തിലെ ഒരു പരാജയമല്ല ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്, നമുക്ക് പാഠമാകേണ്ടതിന് കൂടിയാണ്. ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി, എൻ്റെ ജീവിതത്തിൽ ദൈവം വർഷിച്ച അനുഗ്രഹങ്ങൾ, ഞാൻ പണ്ടേ ജീർണിച്ചു പോകേണ്ട സമയം കഴിഞ്ഞുപോയി. പക്ഷേ എൻ്റെ ജീവിതം ജീർണിക്കാതെ തമ്പുരാൻ ഇന്നും കാത്തു പരിപാലിക്കുന്നുണ്ട്. ദൈവമേ നന്ദി എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തെ വേദനിപ്പിക്കാതെ ദൈവത്തോടുള്ള സ്നേഹം നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട്. ദൈവം അവർക്കെല്ലാം നൽകി. സുരക്ഷിത നഗരങ്ങളും ഫലപുഷ്ടമായ പ്രദേശങ്ങളും അവർ പിടിച്ചടക്കി. കർത്താവ് വെറുതെ കൊടുത്തതാ ഖാനാൻ ദേശം, പാലും തേനും ഒഴുകുന്ന ആ ദേശം. അപ്പം പ്രതിഫലമായി ദൈവം ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല, ഒരു സമ്പത്തും ദൈവം അവരിൽ നിന്ന് ആവശ്യപ്പെട്ടില്ല. നിങ്ങൾ ഇത്ര രൂപ തരണം കർത്താവ് പറഞ്ഞില്ല, ഇത്ര ഡോളർ തരണം കർത്താവ് പറഞ്ഞില്ല, ഇത്ര യൂറോ തരണം കർത്താവ് പറഞ്ഞില്ല. പക്ഷേ ദൈവം എന്നാണ് ആഗ്രഹിച്ചത്? കർത്താവ് ഒന്ന് ആഗ്രഹിച്ചു, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഈ കൊടുത്തതിനെല്ലാം ദൈവം ആഗ്രഹിക്കുന്നത് ഈ ഒരൊറ്റ കാര്യമുള്ളൂ, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ നീ സ്നേഹിക്കണം. ഈ സ്നേഹം ദൈവം നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഈ സ്നേഹമുണ്ടെങ്കിൽ നിന്നിൽ ദൈവസ്നേഹമുണ്ട് എന്ന് കർത്താവ് പറയും. ദൈവത്തെ നീ മഹത്വപ്പെടുത്തി ജീവിക്കുന്നു എന്ന് ദൈവം നിന്നോട് പറയും. അപ്പം ദൈവം നമുക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഈ ദൈവസ്നേഹം മാത്രമാണ്. അതുകൊണ്ടാണ് ഈശോ പറയാം, മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം അന്വേഷിക്കുന്നില്ല. മനുഷ്യരിൽ നിന്നും മഹത്വം അന്വേഷിക്കുന്ന മനുഷ്യൻ്റെ സ്വഭാവത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് പറയുന്നത് അവൻ നാളെ പറയില്ല. ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ നാളെ അവൻ ദൈവത്തെ ചീത്ത പറയും. ഇന്ന് ദൈവത്തെ പുകഴ്ത്തി പറഞ്ഞാൽ നാളെ അവൻ ദൈവത്തെ താഴ്ത്തിക്കെട്ടി പറയും. കാരണം ദൈവം ഇത് ആഗ്രഹിക്കുന്ന, മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം അന്വേഷിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നും ദൈവത്തെ ഒരുപോലെ വാഴ്ത്തി പുകഴ്ത്തി മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമോ? ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, എന്നും ദൈവത്തെ എൻ്റെ കഷ്ടതയിലും എൻ്റെ ക്ലേശങ്ങളിലും എൻ്റെ ദുഃഖങ്ങളിലും എനിക്ക് വരുമാനമുണ്ടെങ്കിലും എനിക്കില്ലെങ്കിലും എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ ദൗത്യത്തിൽ ഒരു കുറവും വരാത്ത വിധം എനിക്ക് ജീവിക്കുവാനായിട്ട് കഴിയുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളത് ചെയ്യണം. എങ്കിൽ നമ്മൾ ദൈവസ്നേഹം ധാരാളമായിട്ട്, എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടെങ്കിൽ
നമ്മൾ ആ വ്യക്തികളെ ആരിൽ നിന്നും എന്തെങ്കിലും, ഇപ്പോൾ സ്കൂളിലൊരു ഒഴിവുണ്ടെങ്കിൽ മാനേജർ അച്ഛനെ ഭയങ്കര സ്നേഹമായിരിക്കും കുറച്ച് നാളത്തേക്ക്, ആ ജോലിയുടെ കാര്യത്തിൽ തീർപ്പാകുന്നതുവരെ. പരീക്ഷയുടെ കാലത്ത് കുട്ടികൾ പരിശുദ്ധ അമ്മയും വിശുദ്ധരെയും ഒക്കെ ഒത്തിരി സ്നേഹിക്കും, മെഴുകുതിരികൾ കത്തിച്ചും പ്രാർത്ഥിച്ചും. എനിക്കൊരു പരീക്ഷയുണ്ട് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കും, ഞാൻ ഒത്തിരി നേർച്ചകൾ നേരും. ഇനി എനിക്കൊരു മേജർ ഓപ്പറേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, വളരെ ഗുരുതരമാണ്, ദൈവം തന്നാലേ ഉള്ളൂ എന്ന് ഡോക്ടർ പറയുകയാണ്, ഞാൻ വളരെ കാര്യമായിട്ട് പ്രാർത്ഥിക്കും. ഞാൻ സാമ്പത്തികമായി തകർന്ന അവസ്ഥയിലാണ്, ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കും. എന്നാൽ ഈ ആവശ്യങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ, ഇതിൻ്റെ എല്ലാം പരിപൂർത്തി എത്തിക്കഴിയുമ്പോൾ പിന്നെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുമോ? പഴയതൊക്കെ ഞാൻ ഓർത്ത് ദൈവമേ നന്ദി എന്ന് ഞാൻ പറയുമോ? ഞാൻ അങ്ങനെ പറയുമെങ്കിൽ കർത്താവ് പറയും, നിന്നിൽ ദൈവസ്നേഹമുണ്ട്. അല്ലെങ്കിൽ ഈശോ പറയും, എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. ഇസ്രായേൽ വാഗ്ദത്ത നാട്ടിൽ നിന്ന് വിശിഷ്ട വിഭവങ്ങൾ നിറഞ്ഞ വീടുകൾ, കിണറുകൾ, മുന്തിരിത്തോപ്പുകൾ, ഒലിവ് തോട്ടങ്ങൾ, ഫലവൃക്ഷങ്ങൾ എന്നിവ ധാരാളമായി അവർ അധീനമാക്കി. അവർ തിന്നു കൊഴുത്തു. അവിടുന്ന് നൽകിയ വിശിഷ്ട വിഭവങ്ങൾ അവർ ആസ്വദിച്ചു. നെഹെമിയ 9:25 പറയുകയാണ്, ഇസ്രായേൽ വാഗ്ദത്ത നാട്ടിൽ നിന്ന് വിശിഷ്ട വിഭവങ്ങൾ നിറഞ്ഞ വീടുകൾ, കിണറുകൾ, മുന്തിരിത്തോപ്പുകൾ, ഒലിവ് തോട്ടങ്ങൾ, ഫലവൃക്ഷങ്ങൾ എന്നിവ ധാരാളമായി അവർ അധീനമാക്കി. അവർ തിന്നു കൊഴുത്തു. അവിടുന്ന് നൽകിയ വിശിഷ്ട വിഭവങ്ങൾ അവർ ആസ്വദിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ വീണ്ടും പറയുന്നു, അവരുടെ സ്വഭാവം മാറി. 26-ാമത്തെ തിരുവചനം, നെഹെമിയ 9:26, എങ്കിലും ധിക്കാരികളായ അവർ അവിടുത്തെ എതിർക്കുകയും നിയമത്തെ അവഗണിക്കുകയും ചെയ്തു. അങ്ങയുടെ അടുക്കിലേക്ക് മടങ്ങി വരാൻ ഉപദേശിച്ച അങ്ങയുടെ പ്രവാചകരെ വധിക്കുകയും അങ്ങയെ ആവർത്തിച്ച് നിന്ദിക്കുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ നന്ദികേടിനെക്കുറിച്ചാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഇസ്രായേൽ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയതാണ്. അതാണ് ഈശോ പറയുന്നത്, എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. നിങ്ങളിൽ ദൈവസ്നേഹമില്ല. എന്നും കുറയാത്ത സ്നേഹത്തോടെ സ്നേഹിക്കാൻ. വാഴ്ത്തപ്പെട്ട മറിയം തെരേസയുടെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട്. ജീവിതത്തിൽ ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് 30 വയസ്സിന് ശേഷമാണ് വാഴ്ത്തപ്പെട്ട മറിയം തെരേസ ഒരു സന്യാസിനിയായി സഭാവസ്ത്രം സ്വീകരിച്ചത്. വലിയൊരു ആഘോഷമായിരുന്നു. മറിയം തെരേസയുടെ ജീവിതത്തിലും വലിയൊരു അനുഭവമായിരുന്നു സഭാവസ്ത്രം സ്വീകരിച്ചൊരു സന്യാസിനിയായി എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ആഘോഷങ്ങൾക്ക് ശേഷം എപ്പോഴും നമ്മൾ ഒന്ന് വിശ്രമിക്കുവാനാണ് നമ്മൾ പലപ്പോഴും ഒത്തിരിയേറെ ബുദ്ധിമുട്ടി വിശ്രമിക്കുവാനാണ് നമ്മൾ സമയം കിട്ടുക. മറിയം തെരേസ എല്ലാ മനുഷ്യരും പോയി കഴിഞ്ഞ് തനിച്ച് ദേവാലയത്തിലേക്ക് ചെന്നു. മറിയം തെരേസ അങ്ങനെ തനിച്ച് ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ തിരുക്കുടുംബം മറിയം തെരേസയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് മറിയം തെരേസയുടെ ജീവിതത്തെക്കുറിച്ച് എന്താണോ ദൈവത്തിൻ്റെ തിരുമനസ് എന്ന് ആ കാര്യങ്ങൾ മുഴുവനും തിരുക്കുടുംബം പ്രത്യക്ഷപ്പെട്ട മറിയം തെരേസയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അതെന്തുകൊണ്ടാണ്? മറിയം തെരേസ കർത്താവിൻ്റെ അടുത്ത് ചെന്നതുകൊണ്ടാണ് അറിവ് ലഭിച്ചത്. അപ്പം നമ്മുടെ ജീവിതത്തിലും നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ദൈവം നമ്മളെ എല്ലാ കാര്യങ്ങളും അറിയിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം പറഞ്ഞ, അവൻ വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അത് പരിശുദ്ധാത്മാവ് വഴി ദൈവം നമ്മളെ അറിയിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിലെ എല്ലാ അവസരങ്ങളിലും കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. എപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം സ്വന്തം മഹത്വം, സ്വന്തം പേര്, ഞാൻ എന്ത് ചെയ്തു, എൻ്റെ പേര് വലുതാകണം, എനിക്ക് വളരണം, ഇതാണ് നമ്മുടെ ചിന്ത. ദൈവത്തെക്കാൾ ഉപരി, സുവിശേഷത്തെക്കാൾ ഉപരി എനിക്ക് വളരണം എന്നാണ് നമ്മുടെ ചിന്ത. നമ്മുടെ എല്ലാ പ്രവൃത്തികളും കടന്നു പോകുന്നത് ഈ ഒരവസ്ഥയിലൂടെ. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ അനുഗ്രഹിക്കപ്പെടാതെ പോകുന്നതും. കർത്താവ് നമ്മളെ നോക്കി എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല എന്ന് പറയുകയും ചെയ്യും. ഇത് മാറി അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയായി നമുക്ക് തീരാം. എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് തമ്പുരാനോട് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന മനുഷ്യരായിട്ട് നമുക്ക് തീരാം. അവിടെയാണ് കർത്താവിൻ്റെ കൃപ. കൂടുതൽ കൂടുതൽ നിത്യസത്യങ്ങൾ അപ്പോൾ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിൽ
എല്ലായ്പ്പോഴും അങ്ങയെ സ്നേഹിച്ച് ഒരിക്കലും അങ്ങയോടുള്ള സ്നേഹത്തിന് ഒരു കുറവും വരാത്ത തരത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, അമ്മ ദൈവത്തെ സ്നേഹിച്ചത് അതുപോലെയാണല്ലോ, അതുപോലെ സ്നേഹിക്കുവാൻ ഞങ്ങളെയും അമ്മ പഠിപ്പിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.